ഇത് ഫുഡ് വെക്കാ ഇല്ലേ? എന്ത് ഒരു കട്ട്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ 50 രൂപ വെച്ച് തരാം. ചെയ്യാൻ പറ്റുമോ? ഇതാ ഇത് നിർത്തും. എവിടെ വീട്? തിരുവനന്തപുരം. എങ്ങനെയാ ഇപ്പൊ ഇവിടേക്ക് വന്ന് ഇതുണ്ടാക്കാല്ലേ? ആ ഇതൊക്കെ എത്ര എണ്ണം പോകും ഒക്കെ? ഒന്നും പോയിട്ടില്ല. ആ അതിന് വന്നാണല്ലേ? ആ വീട്ടിലാരൊക്കെ ഉണ്ടപ്പോ? ആ ഇവിടെ ഉണ്ടല്ലേ? ആ ആള് തന്നെ ചെയ്യണ്? ആ ഇവിടെ തന്നെ. ആ അപ്പൊ എവിടെയാ സ്റ്റേ നിക്കണത്? എവിടെയാ? ഇവിടെ തന്നെ കിടക്കൂലേ? അതെ ഒന്നും കഴിച്ചില്ല അല്ലേ? ആ കുഴപ്പമില്ല. അപ്പൊ ഒരു ഉച്ചക്ക് ഫുഡൊന്നും കഴിക്കാറില്ലേ? അതെ. ആ അപ്പൊ വർക്ക് കുറവായ കാരണല്ലേ ഞങ്ങള് വന്നത് നന്നായപ്പോ. ആ പക്ഷെ അമ്പലത്തില് രാവിലെ ഇതൊക്കെ ചായ ഒക്കെ ഉണ്ടല്ലോ. ആ ഡ്രസ് കൊണ്ടിട്ടില്ല വേറെ മാറണ എപ്പോഴും? അതെയാ ഇവിടുന്ന്? ആ ആ തൃശ്ശൂരാർ നിൽക്കണ്ടായിരുന്നല്ലേ? ആ മക്കളൊക്കെ എന്ത് ചെയ്യണേ? ആ ആ അപ്പൊ വീട്ടിലവരാ നോക്കാനാരുള്ളത്? ആ രണ്ടാളും ഹോസ്റ്റലിനാവൂലെ? മോൻ വീട്ടില്? ആ അതെയാ? ആ ഇതൊക്കെ കൊറേ കാലേ ഇതിന്റെ ഇതൊക്കെ തുടങ്ങിയിട്ട് വർക്കൊക്കെ തുടങ്ങിയിട്ട്? അതെ അല്ലേ? പണ്ട് മുതൽ ഇതിന് ചെയ്തായിരുന്നു? ആ ഓണ സമയം വരുമ്പോ ചെയ്യും. ആ ഞങ്ങള് കഴിച്ചു. ഞങ്ങൾ ചായ കുടിച്ചിട്ടാ വന്നത് വീട്ടിൽ നിന്ന്. ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ വർക്കിന് പോകണ്ടല്ലേ? ഇല്ല. ആ ആ അപ്പൊ മൊത്തത്തില് വർക്ക് കുറവാണ്. ആ ഇപ്പൊ ചേട്ടനൊപ്പം തന്നെ ചേച്ചിയൊപ്പം തന്നെ നിൽക്കും. നല്ല വിശപ്പുണ്ടായിരുന്നു അല്ലേ? ഒരു ആശ്വാസമായി. ആ പിന്നെ അതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. ഉച്ചക്ക് കഴിക്കില്ല? ഗുരു അമ്പലത്തിൽ നിന്ന് കഴിക്കില്ല? ആ കേട്ടില്ല അല്ലേ? ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ അടിച്ചു പറ്റിക്കൊണ്ടുപോയി. ഇവിടെ വച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒക്കെ പോവും തൃശ്ശൂരിൽ നിന്നല്ലേ? ആ മഴ പെയ്തപ്പോ എന്ത് ചെയ്യാ? അമ്പലത്തിൽ പോയിട്ട് കിടക്കും. ആ അപ്പോഴേക്കും സെക്യൂരിറ്റി വരൂല്ലേ? ആ അവിടെ കിടക്കാൻ സമ്മതിക്കില്ല അവര്. അപ്പൊ ചേച്ചി 4 എണ്ണം കഴിച്ചു. 200 രൂപ സമ്മാനം ഇട്ടിട്ടുണ്ട്. ഇതെന്തായാലും ചേച്ചി ഹസ്ബൻഡ് വരുമ്പോ ഹസ്ബൻഡിന് കൊടുത്തോട്ടാ. ഇത് 200 പിന്നെ ഒരു 100 രൂപ ഞങ്ങളെ സന്തോഷത്തിന് 200 രൂപ ഉണ്ട്. അപ്പൊ എന്തായാലും സന്തോഷമായില്ലേ? അപ്പൊ ചേച്ചിനെ പൂക്കളൊക്കെ മേടിച്ചിട്ട് എല്ലാവരും സഹായിക്കുക. തൃശ്ശൂർ പൂരത്തിന് അതേപോലെ പല പൂരങ്ങൾക്ക് ചേച്ചിനെ കാണാൻ പറ്റൂലേ? അപ്പൊ ഗുരുവായൂരാണെങ്കിൽ നമ്മുടെ തുളസീതളത്തിന്റെ അവിടെയാണ് ചേച്ചിരിക്കുന്നത്. അവിടെ നിന്നും കിട്ടും പൂക്കളൊക്കെ. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ചേച്ചിനെ ഉണ്ടാക്കണത്. എല്ലാവരും സഹായിക്കുക. ടാറ്റാ.